2026 ഫിഫ ലോകകപ്പിൻ്റെ ഗ്രൂപ്പ് ഇ, ഗ്രൂപ്പ് എഫ് മത്സരങ്ങളായിരുന്നു ഇന്നലെ നടന്നത്. അതിൽ ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി 7-1 കുറസാവിനെ തോൽപ്പിച്ചു. ഗ്രൂപ്പ് എഫിൽ ജപ്പാൻ നെതർലൻഡ് 2-2 സമനിലയായിരുന്നു. സ്വീഡൻ ടുണീഷ്യ മത്സരത്തിൽ സ്വീഡൻ 5-1 ടുണീഷ്യനെ പരാജയപ്പെടുത്തി. അപ്പോൾ ഈ 3 മാച്ചസിൻ്റെ ഒരു അനാലിസിസ് ആയിട്ട് എൻ്റെ ഒപ്പം ഉള്ളത് ഇന്ന് എൻ്റെ കൊളീഗ് ഹരിയാണ്. അപ്പോൾ ഹരി, നമുക്ക് ആദ്യം ജർമ്മനി കുറസാവ് മത്സരത്തിലേക്ക് പോകാം. 7-1 ജർമ്മനി ജയിച്ചൊരു മത്സരം ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിന്നാണ്. ഇപ്പോൾ കാരണം കഴിഞ്ഞ 2 വേൾഡ് കപ്പിലും ഗ്രൂപ്പ് സ്റ്റേജ് താണ്ടാൻ ജർമ്മനിക്കായില്ല. അതിന് മുന്നേയുള്ള വേൾഡ് കപ്പിൽ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ ടീമായിരുന്നു ജർമ്മനി. ഇപ്പോൾ വേൾഡ് കപ്പ് കേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ തന്നെ അതേപോലെ ആ കഴിഞ്ഞ 2 വേൾഡ് കപ്പിലും ആദ്യത്തെ മത്സരം തോറ്റിട്ടാണ് ജർമ്മനി തുടങ്ങിയത്. ഇത്തവണ അവർക്ക് ജയിക്കാനും പറ്റി. അതൊരു സോളിഡ് ആയിട്ടുള്ള ഒരു വിന്ന്. സംഭവം കുറസാവ് ഒരു ചെറിയ ടീമാണെങ്കിലും 7-1 വിജയം, അതും വേൾഡ് കപ്പ് പോലൊരു സ്റ്റേജിൽ അത്രയും പ്രഷറും പരിപാടികളൊക്കെ ഉള്ളപ്പോൾ അവരെ കൊണ്ട് സാധിച്ചത് അവൻ്റെ ഒരു മൊറാൽ ബൂസ്റ്റ് ചെയ്യാൻ ടീമിനും അതേപോലെ കോച്ച് ജൂലിയൻ നാഗൽസ്മാനൊക്കെ ഭയങ്കര ബൂസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനൊപ്പം തന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടത് കുറസാവിൻ്റെ കാര്യമാണ്. ആകെ 1.5 ലക്ഷം ആൾക്കാർ മാത്രം വരുന്ന ഒരു ചെറിയ രാജ്യമാണ്. അപ്പോൾ അവിടെ നിന്നൊരു ടീം വന്നിട്ട് അവർ കാഴ്ചവെച്ച മത്സരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റൻറ്റ് ഭയങ്കര എവിഡൻ്റ് ആയിരുന്നു മത്സരത്തിൽ ഉടനീളം തന്നെ പറയാം. ഒരു ഗോളെ അടിച്ചോളുന്നുണ്ടെങ്കിലും ആ ഒരു ഗോളിന് വലിയൊരു അതെ, അത് ഭയങ്കര ഒരു ഹിസ്റ്റോറിക്കൽ മൊമെന്റാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ വേൾഡ് കപ്പാണ്. ആദ്യത്തെ വേൾഡ് കപ്പിൽ ആദ്യത്തെ ഗോൾ, അതും ജർമ്മനി പോലുള്ള ഒരു സൂപ്പർ ടീം. കാരണം ജർമ്മനിയിലുള്ള പ്ലേയേഴ്സൊക്കെ നമുക്കറിയാം, ഫ്ലോറിയൻ വീറ്റ്സ്, ജമാൽ മുസിയാല, അങ്ങനെ എന്താ പറയുക, വേൾഡ് ക്ലാസ് പ്ലേയേഴ്സിന് നിറഞ്ഞിട്ടുള്ളൊരു ടീമാണ് ജർമ്മനി. ആ ഒരു ടീം, അത് മാനുവൽ ന്യൂയറിനെ പോലെ ഒരു ഗോളിനെ താണ്ടിയിട്ട് അവരൊരു ഗോൾ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി ഒരു ഹിസ്റ്റോറിക്കൽ അച്ചീവ്മെൻ്റ് ആണ്. കുറസാവിനെ പോലെ ഒരു രാജ്യത്തിന്, എനിക്ക് തോന്നുന്നു ഏതൊരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് 3-1 ജർമ്മനി ലീഡ് ചെയ്ത് ഇറങ്ങി പോകുമ്പോഴും ആ കുറസാവ് ഫാൻസിൻ്റെ ആ ഒരു ആവേശവും ആരവും ആ പ്ലേയേഴ്സിന് കൊടുക്കുന്ന ആ ഒരു അപ്രീസിയേഷനൊക്കെ നമ്മൾ എവിഡൻ്റ് ആയിട്ട് കണ്ടത്. മത്സരാവസാനം വരെ തോൽക്കുമ്പോഴും കുറസാവ് 7-1 പരാജയപ്പെടുമ്പോഴും ആ ഒരു നിരാശ ഉണ്ടെങ്കിൽ തന്നെ അവർ മൊത്തത്തിലൊരു ഹാപ്പി ആയിരുന്നു. അവർ എന്താ പറയുക, അവിടെ ഒരു വൈബ്സിന് വേണ്ടി ഇരുന്നതാണ്. പക്ഷേ അതിനൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ജർമ്മനി ആദ്യത്തെ ഗോൾ അടിച്ചു. അതിനുശേഷം കുറസാവോ ഒരു തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ തുടരെ നടത്തുന്നുണ്ടായിരുന്നു. അവർക്കൊരു ഗോളും കിട്ടി. അതെ, പക്ഷെ അതിനുശേഷം വന്ന ഹൈഡ്രേഷൻ ബ്രേക്ക്, ഈ ഹൈഡ്രേഷൻ ബ്രേക്ക് വരെ അവർക്കൊരു മൊമെന്റം കീപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു കുറസാവോക്ക്. ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷം മൊത്തം എന്താ പറയുക, കുറസാവിൻ്റെ കയ്യിൽ നിന്ന് മാച്ച് പോയ പോലെ പിന്നെ ജർമ്മനിക്ക് ആ ഒരു മൊമെന്റം കിട്ടി. അപ്പോൾ ഹൈഡ്രേഷൻ ബ്രേക്കിനെ കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ വരുന്നത്. കാരണം മുന്നത്തെ മാച്ചുകളിൽ നമുക്കത് വിസിബിൾ ആയിരുന്നു. അതെ, ഒരു മൊമെന്റം ബ്രേക്ക് ചെയ്യുന്ന ഒരു സാധനം. അപ്പോൾ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്ന സാധനം. അതുകൊണ്ടാണ് പലപ്പോഴും VAR ചെക്ക് വരുമ്പോഴും ഒക്കെ ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്, VAR ചെക്കൊക്കെ ലോങ് ആകുമ്പോഴൊക്കെ. അപ്പോൾ അതിനുള്ള ടെക്നോളജി ഒക്കെ നന്നാക്കി വരുമ്പോൾ ഈ ഹൈഡ്രേഷൻ ബ്രേക്ക്, നമുക്കറിയാം ഒരു ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റിലാണ് അവർ മത്സരിക്കുന്നത്. അമേരിക്കയിലെ ചൂട് കാരണമാണ് ഇത് ഫിഫ നിർബന്ധിതം. അതെ, ആ ഹ്യൂമിഡിറ്റി ഇത് പറയണമെന്ന് വെച്ചാൽ എല്ലാ സ്റ്റേഡിയത്തിലും ഈ ഒരു ഇത്രയും ചൂട് ഉണ്ടാവില്ല എന്നുള്ളത്. അതായത് ഹീറ്റ് കൺട്രോൾ ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്, സ്റ്റേഡിയങ്ങളുണ്ട്. പക്ഷേ ആ സ്റ്റേഡിയങ്ങളിൽ പോലും നിർബന്ധിത ഒരു ഹൈഡ്രേഷൻ ബ്രേക്ക് എടുക്കണമെന്ന് ഫിഫ നിർബന്ധിക്കുന്നുണ്ട്. അതെ, അപ്പൊ അതിന്റെ പിന്നിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഹൈഡ്രേഷൻ ബ്രേക്കിൽ നമ്മൾ കാണുന്ന ആഡ്സിന്റെ കാര്യം നോക്കണം. ഇപ്പോൾ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു സൗത്ത് ആഫ്രിക്കയുടെ കൂടുതൽ മത്സരത്തിലാണ് തോന്നുന്നു ആഡ് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഹൈഡ്രേഷൻ ബ്രേക്ക് കഴിഞ്ഞിട്ട് മത്സരം തുടങ്ങിയില്ല. അപ്പം അങ്ങനെയുള്ള മോണിറ്ററി സംഭവങ്ങൾ ഫിഫ എല്ലാ പരിപാടിയും ഇവിടെ ഒപ്പിക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം, അത് മറ്റൊരു ടോപ്പിക്കാണ്. പക്ഷെ ഇനി ജർമ്മനിയുടെ മത്സരത്തിലേക്ക് വരുമ്പോൾ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഒരു സോളിഡ് ആയിട്ടുള്ള വിന്നാണ്. പക്ഷെ അതേസമയം പല ബ്രേക്ക് ഔട്ട് മൂവ്സും കുറസാവോ അല്ലെങ്കിൽ ഒരു ഓപ്പണന്റ് ടീമിനെ ജർമ്മനിക്കെതിരെ നടത്താൻ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഗോളായി കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ബോക്സിൽ എത്തിക്കാനോ ഉള്ളൊരു ക്വാളിറ്റി കുറസാവോന് ഇല്ലാത്തതുകൊണ്ട് ജർമ്മനിക്ക് കേടുപാടുകൾ പറ്റിയൊന്നുമില്ല. പക്ഷെ ജർമ്മനിയുടെ അറ്റാക്കും കൺട്രോളും ഫിനിഷിങ്ങും ഒക്കെ അത്രയും ടോപ്പ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് 7 ഗോളിന് വിജയിക്കാനും കഴിഞ്ഞു. പക്ഷെ ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഓപ്പണൻസ് വരുമ്പോൾ ജർമ്മനി എങ്ങനെയാണ് മത്സരിക്കുക എന്നുള്ളത് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ അവർക്ക് വലിയ കോമ്പറ്റീറ്റേഴ്സ് ഇല്ല. ആക്ച്വലി ഇക്വഡോറും ഐവറി കോസ്റ്റും ആണ് അവരുടെ ഗ്രൂപ്പിൽ ബാക്കി തന്നെ. അപ്പോൾ എന്തായാലും ഫേവറേറ്റ്സ് ആയിട്ട് തന്നെ അവർ ഗ്രൂപ്പ് പ്ലേ ഓഫ് കടക്കാനാണ് ചാൻസ് കൂടുതൽ. ചിലപ്പോൾ 3-3 ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷകൾ. അതെ, കണ്ടെടുത്തോളം ഒരു ടീമും പ്ലേയേഴ്സും അവൻ്റെ ക്വാളിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വേൾഡ് കപ്പ് കണ്ടന്റേഴ്സ് തന്നെയാണ് ജർമ്മൻ ടീം ഇത്തവണ. അപ്പോൾ കണ്ടറിയാം. കുറസാവിൻ്റെ ഇത്രയും വലിയ ഒരു ഗോൾ അടിച്ചു എന്നുണ്ടെങ്കിലും അവരുടെ മൊത്തം കളിശൈലി അത് ബിൽഡ് ചെയ്തതിൽ അവരുടെ കോച്ച് ഡിക് അഡ്വക്കാറ്റിന് വലിയൊരു പങ്കുണ്ട്. അതായത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, നാഷണൽ ടീമായാലും ക്ലബിലായാലും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോച്ചാണ്. 87 മുതൽ കോച്ചിങ് ഫീൽഡിൽ ഉള്ളതാണ്. അപ്പോൾ 87 നെതർലൻഡ്സ് വുമൺ ടീമിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് കോച്ചിങ് തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് 92 മെൻസ് ടീമിലേക്ക് വന്നു നെതർലൻഡ്സിൻ്റെ. അത് കഴിഞ്ഞിട്ട് PSV, ഇതോവൻ, റേഞ്ചേഴ്സ് പോലുള്ള ക്ലബ്ബുകളിലും കോച്ചായിട്ട് വന്നു. ഈ 2002 വേൾഡ് കപ്പിൽ
നെതർലൻഡ്സിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. അന്ന് വാൻഗാലായിരുന്നു ഹെഡ് കോച്ച് നെതർലൻഡ്സിന്റെ. അപ്പോൾ ആ വാൻഗാലിനെ മാറ്റിയിട്ടാണ് അഡ്വക്കേറ്റിനെ കൊണ്ടുവരുന്നത്. 2004 യൂറോപ്പ് സെമി വരെ നെതർലൻഡ്സിനെ എത്തിക്കാൻ അഡ്വക്കേറ്റിനെ കൊണ്ട് പറ്റി. പിന്നീട് വീണ്ടും 2004 ക്ലബ്ബിൽ മാനേജ് ചെയ്യാൻ വിളിച്ചു വന്നിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് വീണ്ടും നാഷണൽ ടീമിലേക്കുള്ള കോൾ വന്നു. അതായത് UAE, സൗത്ത് കൊറിയ, ബെൽജിയം, റഷ്യ എന്നുള്ള ടീമുകളിലെ കോച്ചായിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും നെതർലൻഡ്സിനെ കോച്ചായിരുന്ന സമയത്താണ് 2024 നെതർലൻഡ്സിൻ്റെ കീഴിലുള്ള തന്നെ കുർസാവിനെ കോച്ചായിട്ട് വിളിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കോച്ചിൻ്റെ കഴിവ് എന്തായാലും ഈ പ്ലേയേഴ്സിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് ആ ഒരു മാച്ചിൽ നമുക്ക് കുർസാവിൻ്റെ ഭാഗത്തു നിന്നും പറയാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ജർമ്മനിയുടെ മാച്ച് കഴിഞ്ഞ് നമ്മൾ ഗ്രൂപ്പ് എഫിൻ്റെ മാച്ചിലേക്ക് വരുമ്പോൾ ജപ്പാൻ നെതർലൻഡ്സ് മാച്ച് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു എല്ലാവർക്കും. നല്ലൊരു മാച്ചായിരിക്കും, അത് തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ 0-0 ആയിട്ട് വന്നു. സെക്കൻഡ് ഹാഫിലാണ് 2-2 സമനില 2 ടീമും നേടിയത്. അപ്പോൾ ആ മാച്ചിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ അനാലിസിസ്? ധീരജ് പറഞ്ഞ പോലെ തന്നെ നെതർലാൻഡ്സ് ജപ്പാൻ അത്യാവശ്യം ആന്റിസിപ്പേറ്റ് ചെയ്തൊരു മാച്ച് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ബ്രസീൽ മൊറോക്കോയ്ക്ക് ശേഷം അടുത്തത് നമ്മൾ ആന്റിസിപ്പേറ്ററി ആയിട്ട് കണ്ടൊരു മാച്ച്, ഒരു എന്തെങ്കിലുമൊക്കെ മാരകമായിട്ട് സംഭവിക്കുന്നുള്ള ഒരു എക്സ്പെക്ടേഷനിൽ കണ്ട മാച്ച് തന്നെയായിരുന്നു നെതർലാൻഡ്സ് ജപ്പാൻ. ഒരു ആബ്സല്യൂട്ട് സിനിമ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു ആബ്സല്യൂട്ട് സിനിമ ഉണ്ടായോ ചോദിച്ചാൽ സെക്കൻഡ് ഹാഫിൽ കുറച്ചൊക്കെ ഉണ്ടായി, കുറച്ചൊരു സിനിമ ഉണ്ടായതല്ലാതെ ഒരു ആബ്സല്യൂട്ട് സിനിമയൊന്നും ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ധീരജ് പറഞ്ഞ പോലെ തന്നെ ഒരു ഉറക്ക ഗുളിക കൈൻഡ് ഓഫ് പരിപാടിയായിരുന്നു. ഒരു പ്രത്യേകിച്ച് സോളിഡായിട്ടൊന്നും കാണാൻ പറ്റില്ല. രണ്ടുപേരും ഡിഫൻസീവ് ശ്രമിക്കുന്നുണ്ട്, ഒന്നിനും സോളിഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അങ്ങനെയാണ് സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ തന്നെ 51ാമത്തെ മിനിറ്റിൽ മറ്റേ വിർജിൽ വാൻ ഡൈക്കിൻ്റെ ഗോൾ വരുന്നത്, റയാൻ ഗ്രാവൻബർക്കിൻ്റെ അസിസ്റ്റിൽ. അപ്പോൾ അതിനുശേഷം കളി ഒന്ന് ഓണായി, ഒന്ന് ഒരു എന്താ പറയുക, ഒരു എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുള്ളൊരു നിലയിലേക്ക് കാര്യം വന്നു. പക്ഷെ എന്താ വെച്ചാൽ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു എനർജി ഉണ്ട്, അതായത് എൻഡ് ടു എൻഡ് അവരുടെ ഓട്ടം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ 2 തവണയും 2 വേൾഡ് കപ്പിൽ നമ്മൾ ഇവർ ജർമ്മനിനെയൊക്കെ പുറത്താക്കിയ സമയത്ത് ഇവരുടെ ആ ഒരു അഗ്രഷനോ അല്ലെങ്കിൽ ആ ഒരു ജയിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഓട്ടമൊക്കെ ഇവരെ ഓടിപ്പിടിക്കും. ഇപ്പോൾ റൂഡിഗറിനൊക്കെ ജർമ്മനീനെ ജപ്പാൻ പുറത്താക്കിയ കളിയിൽ ഈ ജാപ്പനീസ് പ്ലേയേഴ്സിൻ്റെ ഒപ്പം ഓടിയെത്താൻ റൂഡിഗറിനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു പ്ലേയിങ് സ്റ്റൈൽ തന്നെയാണ് നമ്മൾ ഇത്തവണയും കാണുന്നത്. അവർ പെട്ടെന്ന് ബോളും കൊണ്ട് ബോക്സിൻ്റെ അവിടേക്ക് പോകാൻ നോക്കുന്നു, പക്ഷെ അവർക്ക് എന്തോ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഒരു പ്രധാന ഫാക്ടർ വരുന്ന ഒരു ഫിസിക്കാലിറ്റി ആസ്പെക്റ്റിലും കൂടി. ഇപ്പോൾ ജാപ്പനീസ് പ്ലേയേഴ്സിനെ നോക്കിയാൽ മനസ്സിലാവും, അവർ കമ്പാരിറ്റീവ്ലി കുറച്ച് ചെറിയ പ്ലേയേഴ്സാണ്. അതെ, ഇത്തിരി ഹൈറ്റ് കുറഞ്ഞ, അതൊരു ഏഷ്യൻ ഒരു ബോഡി ടൈപ്പിൻ്റെ ഒരു കാര്യം കൂടെയായിരിക്കും. പക്ഷെ അതേസമയം നെതർലൻഡ്സിലേക്ക് വരുമ്പോൾ അവരെല്ലാവരും വലിയ വലിയ ആൾക്കാർ. ഇപ്പോൾ വിർജിൽ വാൻ ഡൈക്ക്, ഗ്രാവൻബർഗ് ആവട്ടെ, ഗ്യാക്പോ ആവട്ടെ, എല്ലാവരും 6'3", 6'4", 6'5" ആ ഒരു ലെവലിൽ വരുന്ന ആൾക്കാരാണ്. ഇപ്പം ഇവരുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു എങ്ങനെ പറയുക, ഫിസിക്കാലിറ്റി ഇപ്പോൾ ഡിഫൻസിലേക്കൊക്കെ വരുമ്പോൾ തട്ടുമ്പോഴേക്കും ജാപ്പനീസ് പ്ലേയേഴ്സ് ഒക്കെ താഴെ വീഴുകയാണ്. അതെ അതെ അതെ. അപ്പോൾ ഒരു ഫിസിക്കാലിറ്റി, ഒരു എന്താ പറയുക, ഒരു അത്രയും നല്ലൊരു ഫിസിക്ക് ഉള്ളത്, അത്രയും സെറ്റ് ഫിസിക്കും വലിയ ബോഡിയൊക്കെ ഉള്ള ആൾക്കാരെ ഈ ചെറിയ ശരീരമുള്ള ആൾക്കാരെ വന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ. പക്ഷേ അതേസമയം ആ ഒരു ഡിസഡ്വാൻറ്റേജിനെ ഇവർ അഡ്വാൻറ്റേജ് ആക്കി മാറ്റാൻ നോക്കുക, പെട്ടെന്നുള്ള മൂവ്മെന്റ്. കാരണം ഈ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ഉള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. അതെ അതെ, പെട്ടെന്ന് മൂവ് ചെയ്ത് ഉള്ളിലേക്ക് വരിക, കട്ട് ചെയ്ത് ഉള്ളിലേക്ക് വരിക, അങ്ങനെയുള്ള കുറേ പരിപാടികൾ സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റി. അങ്ങനെയാണ് സെക്കൻഡ് അവരുടെ ഒരു ജപ്പാൻ തിരിച്ചടിക്കുന്നതും, വീണ്ടും റയാൻ ഗ്രാവൻബർക്കിന്റെ അസിസ്റ്റിൽ സോമർവില്ല അടിക്കുന്നത്, എന്നിട്ട് വീണ്ടും ലാസ്റ്റ് ഒരു ഹെഡറിൽ. ആ ഹെഡറിന്റെ കാര്യമാണ് ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് സാധനം. കാരണം വിർജിലിനെ മറികടന്നിട്ടാണ് ഹെഡർ അടിക്കുന്നത്, കമാഡ. ഇതിൽ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് സാധനം എന്താ വെച്ചാൽ അതുവരെ ഇവർ ജപ്പാൻ ടുവേർഡ്സ് ദി എൻഡ് എങ്ങനെയെങ്കിലും സമനിലയെങ്കിലും പിടിക്കണം എന്നുള്ള ഒരു ലാസ്റ്റ് 10 മിനിറ്റിൽ ഇവരിങ്ങനെ ബോക്സിലേക്ക് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക. ബോക്സിൽ ക്രോസ് ചെയ്യുമ്പോൾ അവിടെയുള്ള എല്ലാവരും ഈ ഹൈറ്റ് കൂടിയ ആൾക്കാർ. അപ്പം നമ്മളാലോചിക്കും ഇവർ ക്രോസ് ചെയ്തിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഈ ചെറിയ പ്ലേയേഴ്സ് എങ്ങനെയാണ് ഇതിൻ്റെ എൻഡിലേക്ക് എത്താൻ പോകുന്നതെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷേ സ്റ്റിൽ ഒരു കോർണറിന്ന് ആ സംഭവം, അതും വിർജിൽ വാൻ ഡൈക്കിനെ പോലുള്ള ഒരു പ്ലെയറിനെ കടന്നു വന്ന് അത് ഹെഡ് ചെയ്ത് ഗോളാക്കാൻ ജപ്പാന് കഴിഞ്ഞു. അപ്പം അത്തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് ആ മാച്ചിൽ നമുക്ക് സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ച് കാണാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് തന്നെ അത് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു മാച്ചായിരുന്നു. ഇപ്പോൾ ഗ്രൂപ്പ് എഫിലെ 2ാമത്തെ മാച്ച്, അതായത് സ്വീഡൻ ടുണീഷ്യ, 5-1 സ്വീഡൻ ജയിച്ച മത്സരത്തിൽ, അതിൽ അധികം ഇന്നലെ സ്വീഡൻ ജയിക്കുമെന്ന് തന്നെയായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. ടുണീഷ്യ വേൾഡ് കപ്പ് മിക്ക വേൾഡ് കപ്പിലും ക്വാളിഫൈ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഗ്രൂപ്പ് സ്റ്റേജിൻ്റെ അപ്പുറം അവർക്ക് അധികം പോകാൻ പറ്റിയിട്ടില്ല. സ്വീഡൻ്റെ ജയം എക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷേ 5-1 ജയം വന്നിടത്താണ് നമുക്കൊരു ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം വന്നത്. കാരണം ബാക്കി ഈ ഗ്രൂപ്പ് എഫിലെ ജപ്പാൻ, നെതർലൻഡ് ആയാലും അവർ രണ്ടുപേരായിരുന്നു ഫേവറേറ്റ്സ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി. അവർക്കൊരു വലിയ ഭീഷണിയായിട്ട് സ്വീഡൻ വരുമെന്നുള്ള ഒരു നിലനിൽക്കുന്നുണ്ട്. അതൊരു
ധീരജ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഗ്രൂപ്പിൽ നിന്ന് നെതർലാൻഡ്സും ജപ്പാനും ആയിരിക്കും ക്വാളിഫൈ ആവുക എന്നാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്വീഡനിൽ ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് അറ്റാക്കിംഗ് ഓപ്ഷൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രൈക്കേഴ്സ് ആയിട്ടുള്ള അലക്സാണ്ടർ ഈസാക്കും അതേപോലെ വിക്ടർ ഗ്യോക്കറസ് ഒക്കെ കളിക്കുന്ന ഒരു ടീമാണ്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്നിരുന്നാലും ഒരു അഡ്വാൻറ്റേജ് നമ്മൾ നെതർലാൻഡ്സിനും ജപ്പാനും കൊടുത്തിട്ടുണ്ട്. ആസ് എ ഹോൾ ടീം എന്നുള്ള ഒരു ഹോൾ സെറ്റപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് അവരെന്നെ ജയിക്കുള്ളൂ, സ്വീഡനെ ട്യൂണീഷ്യക്കെതിരെ ജയിക്കുള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചിരുന്നെങ്കിലും 5-1 ജയിക്കും എന്നൊക്കെയുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായെന്ന് ചോദിച്ചാൽ അതില്ലെന്ന് വേണം പറയാൻ. മാത്രമല്ല അതിലൊരു ബ്രേക്ക് ഔട്ട് സ്റ്റാർ ഉണ്ടായിരുന്നു, യാസിൻ അയാരി എന്ന് പറഞ്ഞാൽ ബ്രൈറ്റന് വേണ്ടി കളിക്കുന്നത്. ഈ യാസിൻ അയാരിയുടെ അച്ഛൻ ഒരു ട്യൂണീഷ്യക്കാരനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഗോള് അടിച്ചതിന് ശേഷം സെലിബ്രേറ്റ് ചെയ്യാൻ യാസിൻ അയാരി മടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് വായിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു ഓപ്ഷൻ ട്യൂണീഷ്യക്ക് വേണ്ടി കളിക്കണോ സ്വീഡന് വേണ്ടി കളിക്കണോ എന്നൊരു ഓപ്ഷൻ വന്നപ്പോൾ അച്ഛൻ തന്നെയാണ് പറഞ്ഞത് യാസിൻ്റെ അടുത്ത്, അതായത് സ്വീഡൻ നിന്നെ വെൽക്കം ചെയ്തു, അപ്പോൾ നീ വളർന്നതും നീയായി മാറിയതും ഇവിടെയാണ്, അതുകൊണ്ട് സ്വീഡന് വേണ്ടി തന്നെ നീ മത്സരിച്ചോ എന്നുള്ള അച്ഛൻ്റെ ഒരു അനുഗ്രഹത്തോടെയാണ് ഇവൻ കളിച്ചതെന്നുണ്ടെങ്കിലും ഫാദർലാൻഡിനെതിരെ ഗോൾ അടിക്കുന്ന സമയത്ത് ഇവൻ ഏതായാലും അത് സെലിബ്രേറ്റ് ചെയ്യാതെ ആ ഒരു റെസ്പെക്റ്റ് ഒക്കെ കാണിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള നല്ല മൊമെന്റ്സും കൂടെ നിറഞ്ഞൊരു മത്സരമായിരുന്നു. അതിനൊപ്പം തന്നെ ഗോൾ ഷീറ്റിൽ നമ്മൾ പറഞ്ഞ പോലെ വിക്ടർ ഗ്യോക്കറസും ഉണ്ടായിരുന്നു, അലക്സാണ്ടർ ഈസാക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പിന്നെ ഗ്രഹാം പോട്ടർ പോലെ ഒരു കോച്ചും ഉണ്ട്. ഇങ്ങനെ എല്ലാ എലിമെന്റ്സും കൂടെ ഒത്തു വരുമ്പോൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഗ്രൂപ്പ് എഫിൽ ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതായത് ജപ്പാൻ സ്വീഡൻ മത്സരം ഇനി വരണം, നെതർലൻഡ് സ്വീഡൻ മത്സരം വരണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.